എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ വനത്തിനകത്ത് തിരച്ചിൽ നടത്തുന്നുണ്ട്. പിന്നെ അയാൾ പോകാൻ ചാൻസുള്ള അയാളുടെ 1-2 റിലേറ്റീവ്സിന്റെ വീട്ടിലേക്ക് ആളുകളെ അയച്ചിട്ടുണ്ട്, നോക്കുന്നുണ്ട്. പോലീസിന്റെ ഡ്രോൺ വന്നിട്ടുണ്ട്, അവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 29-ാം തീയതി ഒരു CCTV ദൃശ്യം പോലീസ് പുറത്തുവിട്ടിട്ടുണ്ടല്ലോ, പ്രതി പോലീസ് സ്റ്റേഷനിൽ വന്ന്. അതിനുശേഷം അയാൾ ഇവിടെ താമസിച്ചിരുന്നതായിട്ട് പോലീസിന് അറിവുണ്ടായിരുന്നില്ലേ? അറിയില്ല, അയാൾ ഇവിടെ വരണ്ടെന്ന് നമ്മൾ CI അവിടെ പറഞ്ഞയച്ചതാണ്. ഇങ്ങോട്ട് ഇവിടെ പോകരുതെന്ന് പ്രൊഹിബിഷൻ ഓർഡർ ഉള്ളതുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞയച്ചതാണ്. അപ്പോൾ ഇടയ്ക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് വന്നിട്ട് അങ്ങനെ തിരിച്ചു പോകാറ്. പിന്നെ വടക്കഞ്ചേരിയിൽ ഏതോ റിലേറ്റീവിൻ്റെ വീട്ടിലാണ് അത്ര അയാൾ ഇരിക്കാറ്. അപ്പോൾ ഇതിന് ഇടയ്ക്കൊന്ന് വന്നിട്ട് പോയതാണ്. അപ്പോൾ ഇന്നലെ വന്നപ്പോഴാണ് ഈ ഇഷ്യൂസ്, അയാൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കി ഇവിടെ നിന്ന് ആരും വിളിച്ച് പറഞ്ഞില്ല. പക്ഷേ 29-ാം തീയതിയിലെ പരാതിയിൽ നമ്മൾ നടപടി എടുത്തിട്ടുണ്ട്. അയാൾ സ്റ്റേഷനകത്തേക്ക് കയറാൻ വരെ വില്ലിങ് അല്ലായിരുന്നു. പക്ഷേ നമ്മൾ CCTV വിഷ്വൽസ് ഉണ്ടായിരുന്നു. അവിടെ 20 മിനിറ്റോളം CI അയാളോട് പറഞ്ഞ് താക്കീത് ചെയ്ത് നിങ്ങൾ നെന്മാറ പഞ്ചായത്തിലേക്ക് പ്രവേശിക്കരുതെന്ന് ശക്തമായി പറഞ്ഞതാണ്. പക്ഷെ എന്നിട്ടും അദ്ദേഹം ഇങ്ങോട്ട് വന്നതാണ്. അതായത് കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു നെന്മാറിലേക്ക് വരാൻ, നെന്മാറ പഞ്ചായത്ത് പരിധിയിലേക്ക് പ്രവേശിക്കരുത്, കേസിന്റെ വിചാരണ കഴിയുന്നവരെന്ന് മറ്റേ ബഹുമാനപ്പെട്ട ഫാസ്റ്റ് ട്രാക്ക് 1 കോടതിയുടെ, പാലക്കാട് കോടതിയുടെ നിർദ്ദേശമുള്ളത്. അത് ലംഘിച്ചാണ് അദ്ദേഹം അയാൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. സാർ, അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ എന്തെങ്കിലും ഒരു അയാളുടെ പേരിൽ ശ്രദ്ധ വേണ്ടിയിരുന്നല്ലേ? അങ്ങനെ ഉള്ളതുകൊണ്ടാണ് അയാളോട് ഇങ്ങോട്ട് പ്രവേശിക്കരുതെന്ന് ഞങ്ങൾ അയാളോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പറയാനല്ലാതെ അത്രയല്ലേ പറ്റുള്ളൂ. നിയമാനുസരണമായ കാര്യങ്ങൾ നടപ്പാക്കാനല്ലേ ഞങ്ങളെ കൊണ്ട് പറ്റുള്ളൂ. അപ്പോൾ അത് പറഞ്ഞു, ഇല്ല ഞാൻ നെന്മാറ പരിധിയിലേക്ക് പോവില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ അതിന്റെ ബെയിൽ ക്യാൻസലേഷൻ ഈ വയലേഷൻ വെച്ച് കൊടുക്കണമെന്നൊക്കെ വിചാരിക്കുമ്പോഴേക്കാണ് ഇത്. മാനസിക രോഗിയാണെന്നൊക്കെ പറയും. അത് ഞങ്ങൾക്കറിയില്ല, അത് നാട്ടുകാരോട് ചോദിച്ചാലേ അറിയുള്ളൂ. വേറെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് പ്രതികളെ പിടിക്കും. പ്രതിയെ പിടിക്കും. ഇല്ല, അങ്ങനെയല്ല. 4 ടീമുണ്ട്, അവർ തെരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മലയിലും കയറിയിട്ടുണ്ട്, ഒരു ടീം വനത്തിൽ പോയിട്ടുണ്ട്. എല്ലാം തെരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളുണ്ടാവും. മറ്റാരെങ്കിലും സംഭവവുമായി ബന്ധപ്പെട്ട് ഇല്ല 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 ഇല്ല. പോസ്റ്റ്മോർട്ടം ഇന്നും നടക്കില്ല. ഇനി ഒരു ഇൻക്വസ്റ്റ് കൂടി ലക്ഷ്മി അമ്മയുടെ ചെയ്യാനുണ്ട്. അതിപ്പോൾ ഇന്ന് ഇൻക്വസ്റ്റ് നടക്കുകയുള്ളൂ. അപ്പോൾ രാവിലെ 2 ബോഡിയും കൂടി ഒരുമിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്താൽ മതി എന്നാണ് പോലീസ് സർജനോട് പറഞ്ഞത്. എല്ലാം ബന്ധവസ്ഥയിലെടുത്തിട്ടുണ്ട്. സ്കൂട്ടർ ഇല്ല, സാധാരണ വെട്ടുകത്തി, അതിലൊരു വടി ഇങ്ങനെ വെച്ച് കെട്ടിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതെടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ഉപയോഗിക്കാത്ത ഒരു വലിയൊരു വടിവാൾ കൂടിയുണ്ട്, അതും ബന്ധവസ്ഥയിലെടുത്തിട്ടുണ്ട്. എല്ലാം അത് അലമാരയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പുതിയ നമ്മുടെ BNSS അനുസരിച്ചുള്ള സെർച്ച് പ്രൊസീജിയർ അനുസരിച്ച് എല്ലാം വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ടാണ് നമ്മളെല്ലാം ചെയ്തിട്ടുള്ളത്. ചെന്താമര ഒറ്റയ്ക്കായിരുന്നു. ഇടയ്ക്ക് വരും പോവും, അങ്ങനെ ഉള്ള ടൈപ്പായിരുന്നു. ലാസ്റ്റ് വന്നത് അറിഞ്ഞത് 29-നാണ് അറിഞ്ഞത്, പരാതി തന്ന സമയത്ത്. അന്നാണ് ഇയാളോട് പറഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞ് താക്കീത് ചെയ്ത് വിട്ടത്. പിന്നെ മറ്റൊന്നും അറിയില്ല. നമ്മൾ 2 റിപ്പോർട്ട് നേരത്തെ കൊടുത്തിരുന്നു പറയുന്നു. അത് നമ്മൾ കോടതിയിൽ നിന്ന് ഇയാളുടെ ബെയിൽ കണ്ടീഷൻസ് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ 2 പ്രാവശ്യം ഇയാളുടെ ബെയിൽ കണ്ടീഷൻസിൽ മറ്റു മാറ്റങ്ങൾ വരുത്തരുതെന്ന് മുൻപിരുന്ന ഓഫീസർമാർ കൊടുത്തിട്ടുള്ളതാണ്. പക്ഷെ അത് വയലേറ്റ് ചെയ്യപ്പെട്ടു. അത് ബഹുമാനപ്പെട്ട കോടതി പരിഗണിച്ചില്ല. നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധി എന്നുള്ളത് അവസാനം നെന്മാറ പഞ്ചായത്ത് പരിധിയാക്കി കുറച്ചു. അപ്പം നമ്മൾ അതിനെ എപ്പോൾ വന്നാലും ഓപ്പോസ് ചെയ്ത് റിപ്പോർട്ട് കൊടുക്കാറുണ്ട്. അത് കാഷ്വലി എല്ലാ കേസിനും കൊടുക്കാറ്. അതുപോലെ ഇതിലും കൊടുത്തിരുന്നു. പക്ഷെ ബഹുമാനപ്പെട്ട കോടതി അത് പരിഗണിച്ചില്ല. അത് മറ്റേ കുറച്ച് ആ റെസ്ട്രിക്ഷൻ കുറച്ച് നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധി എന്നുള്ളത് കുറച്ച് നെന്മാറ പഞ്ചായത്ത് നാട്ടുകാർ പരാതി നല്ല ഒരു മാസ് പെറ്റീഷൻ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മരിച്ചയാളുടെ മകൾ ഒരു പെറ്റീഷൻ 29-ന് തന്നിരുന്നു. ആ 29-ന് തന്ന പരാതിയിലേക്കാണ് വിളിച്ചു വരുത്തിയത്. അയാൾ അകത്തേക്ക് വരാത്തതാണ് CI സ്റ്റേഷൻ അകത്തുനിന്ന് പുറത്തുനിന്ന് വന്ന് സംസാരിക്കുകയുണ്ടായത്. അന്ന് CIനെയും കുറേയൊക്കെ അബ്യൂസ് ചെയ്തിട്ടാണ് പോയത്. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ പ്രവേശിക്കേണ്ട, വീട്ടിലെവിടെയും പോയി താമസിക്കണം എന്ന് പറഞ്ഞ് അയാളെ തിരിച്ചയക്കുക. അതിനു മുന്നേ ഇല്ല, നമ്മൾ നാട്ടുകാർ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. കാരണം അയാൾ തിരുപ്പൂർ പോയി കുറെ കാലം ഇരുന്നു. വടക്കഞ്ചേരിയിൽ എവിടെ ഒരു സ്ഥലത്ത് ജോലിക്ക് നിന്നിട്ടുണ്ട്, ടോൾ പ്ലാസയിൽ ജോലിക്ക് നിന്നിട്ടുണ്ടായിരുന്നു. പ്രതി വന്നത് നമുക്കറിയാം, പക്ഷെ ഇവിടെ വരുന്ന കാര്യം നമുക്കറിയില്ലായിരുന്നു. ഈ പരാതി കിട്ടുന്നവരറിയില്ലായിരുന്നു. 29 വരെ നമുക്കറിയില്ല. ഈ മാസ് പെറ്റീഷൻ കിട്ടിയ സമയത്ത് ആ കുട്ടി വന്ന് പരാതി തരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ അതിലെന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചു എന്ന് എന്തെങ്കിലും കരുതുന്നുണ്ടോ? അതായത് ഇയാൾ ഇവിടെ വന്നു എന്നുള്ള ഒരു തരത്തിലൊരു ഈ കണ്ടീഷൻ കൂടി നൽകുന്ന അയാളുടെ ആക്ഷൻ എന്താണെന്നുള്ളത് പരിശോധിക്കേണ്ടതല്ലേ? മാത്രമല്ല നേരത്തെ തന്നെ 2-3 സ്ത്രീകളെ കൊലപ്പെടുത്തുമെന്നുള്ളത് നാട്ടുകാരോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ 29-ന് പരാതി കിട്ടുമ്പോഴാണ് അന്വേഷിക്കുമ്പോഴാണ് ഇങ്ങ് മുമ്പ് ഇയാൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായില്ലേ. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ പറയുന്നത്. 27 വരുന്നില്ല, വന്നത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോഴേ അത്തരത്തിൽ അയാളുടെ മൂവ്മെന്റ് ഇല്ല, അയാൾ വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഒരു വെള്ളിയാഴ്ച പരേഡിന് ഇയാളെ നമ്മൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എന്നിട്ട് സ്റ്റേഷനിലുള്ള എല്ലാ പോലീസുകാർക്കും ഇയാൾ നമ്മുടെ മർഡർ കേസിലെ പ്രതിയാണ്, ഇയാൾ നമ്മുടെ ലിമിറ്റിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ നമ്മളൊരു വെള്ളിയാഴ്ച പരേഡിന് എല്ലാ പോലീസുകാർക്കും ഇയാളെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ റൌഡികളെയും കേടികളെയും വിളിച്ചിട്ട് എല്ലാ വെള്ളിയാഴ്ച പരേഡിനും കാണിച്ചു കൊടുക്കണമെന്നൊരു പ്രൊസീജിയർ ഉണ്ട്. അത് പ്രകാരം ഇയാൾ നമ്മൾ എല്ലാ പോലീസുകാർക്കും ഒരു വെള്ളിയാഴ്ച പരേഡിന് വിളിച്ച് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ വിവരം കിട്ടുന്നതിനനുസരിച്ച് മറ്റു നടപടികൾ സ്വീകരിക്കും. പക്ഷേ ഇവരെ വന്ന വിവരം നമ്മൾ അറിഞ്ഞിരുന്നില്ല.
അതിന്റെ മറ്റു നടപടികൾ അന്വേഷണം ബഹുമാനപ്പെട്ട കോടതിയുടെ ഓർഡർ വയലേറ്റ് ചെയ്തതിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചേനെ. അതറിഞ്ഞിട്ടില്ല, മനുഷ്യനല്ലേ. ശരി.